അപകടവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ഒരു മനുഷ്യ ശരീര അവശിഷ്ടം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇനി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് നിലവിലെ തീരുമാനം. ഇത്തവണ വെടിക്കെട്ടുണ്ടായിരിക്കില്ല. കുടമാറ്റം 15 മിനിറ്റ് നേരം മാത്രമാക്കി ചുരുക്കും. എന്നാൽ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, ആന എഴുന്നള്ളിപ്പ് എന്നിവയൊക്കെ യഥാക്രമം ഉണ്ടായിരിക്കും. മന്ത്രിമാരും ദേവസ്വം പ്രതിനിധികളും ജില്ലാ കളക്ടറും ഒക്കെ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. തൃശൂർ കലക്ട്രേറ്റിൽ മന്ത്രിമാർ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ, റവന്യൂ പോലീസ് അധികൃതർ അടക്കം നടത്തിയ ചർച്ചയിലാണ് പകിട്ടേറിയ പതിവ് ചടങ്ങുകളിൽ പലതും ഒഴിവാക്കി തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി നടത്താൻ തീരുമാനിച്ചത്. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പ്രധാന വെടിക്കെട്ട് നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വത്തിന്റെ യോഗത്തിൽ ഉയർന്ന പൊതുവികാരം പ്രതിനിധി യോഗത്തിൽ ഉന്നയിച്ചെങ്കിലും ഇത് ചർച്ച ചെയ്ത് ഒഴിവാക്കി. ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും വെടിക്കെട്ടിന് പകരമായി ഉണ്ടാകുക. ദുരന്തത്തിന്റെ ദുഃഖഭരിതമായ സാഹചര്യത്തിൽ കുടമാറ്റം പ്രതീകാത്മകമായി 15 മിനിറ്റ് നേരം മാത്രമായി ചുരുക്കും. കുടകളുടെ എണ്ണം കുറയ്ക്കും. ഇക്കുറി സ്പെഷ്യൽ കുടകൾ ഉണ്ടാകില്ല. സാധാരണ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് 15 ആനകൾ വീതം ഉണ്ടാകും. ഇലഞ്ഞിത്തറമേളം, ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയവ ആചാരത്തിന്റെ ഭാഗമാണെന്നും ഇത് ഒഴിവാക്കാൻ കഴിയില്ലെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് വ്യക്തമാക്കി. ആചാരപരമായ കാര്യങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രതികരിച്ചു. തീരെ ഒഴിവാക്കാൻ മുഴുവൻ പറ്റില്ല. പക്ഷെ ഒരു കഥനോ ഒരു വില്ലോ മാത്രം. അത് ചമയപ്രദർശനം ഒരു ആർഭാടമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ദേശക്കാരും ഡിവോട്ടീസും ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കുടകൾ മുഴുവൻ. അപ്പൊ അവർക്ക് കാണാനും ദേശക്കാർക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. മന്ത്രിമാരായ VN വാസവൻ, K രാജൻ, R ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നവീൻ R ദേശ്മുഖ്, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിന് മുന്നോടിയായി ദേവസ്വം മന്ത്രി VN വാസവൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേവസ്വം ഭാരവാഹികളെ ക്ഷണിച്ചു വരുത്തി പ്രത്യേകം ചർച്ച നടത്തി കാര്യങ്ങൾ ധാരണയായിരുന്നു. അതേസമയം ദുരന്ത ഭൂമിയിൽ ഇനിയും കണ്ടെത്താത്തവർക്കായുള്ള പരിശോധന ഇന്നും തുടർന്നു. കെടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ച് പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇന്നും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. നൂറിലധികം വരുന്ന പോലീസ് സംഘത്തെ ഉപയോഗിച്ച് പാടശേഖരവും പരിസരവും മരിച്ചു പെറുക്കി പരിശോധന നടത്തി. ദുരന്തസ്ഥലത്ത് പൊട്ടാതെ സൂക്ഷിച്ച 300 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനമായി. പൊട്ടിയതും നിർവീര്യമായതുമായ സ്ഫോടക വസ്തുക്കൾ എവിഡൻസ് നമ്പർ രേഖപ്പെടുത്തി പോലീസ് കാവലിൽ തുടരും. 38 പേരാണ് അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നതെന്നും 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുമാണ് പോലീസ് നിഗമനം. ഗുരുതര പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.